ഈ വർഷത്തെ മതബോധന അധ്യാപക പരീക്ഷ സെറ്റ് പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് CCC ആണ് നമ്മൾ മതബോധന അധ്യാപകരുടെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൻ്റെ ആ പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം ക്രൈസ്തവ വിശ്വാസമാണ്, വിശ്വാസ രഹസ്യം, മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, അതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് അതിൽ കാണുക. കഴിഞ്ഞ വർഷം നിങ്ങളത് പഠിച്ചതാണ്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് ഈ വിശ്വാസം പ്രഘോഷിക്കുന്നത്, പ്രൊക്ലമേഷൻ അഥവാ സെലിബ്രേഷൻ ഓഫ് ദ ഫെയ്ത്ത്. ഈ വിശ്വാസം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മൾ ജീവിക്കുന്നത്, മോറൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ധാർമ്മിക ജീവിതമാണ്. നാലാമത്തത് പ്രയർ ലൈഫാണ്, അതായത് നമ്മുടെ ഈ വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 4 ഭാഗത്തിലൂടെയാണ് ഈ CCC കാറ്റക്കിസം ഓഫ് ദി ചർച്ച്, കാത്തലിക് ചർച്ച് ആ പുസ്തകം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഈ വർഷത്തെ പഠനമായിട്ട്. രണ്ടാമത്തെ ഭാഗം മുഴുവനില്ല, രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഏതാനും ചില പാരഗ്രാഫുകളാണ്, ഖണ്ഡികകളാണ് ഈ വർഷത്തെ പഠന ഭാഗം. ഞാൻ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മളെ വിശ്വാസം എന്താണെന്നും രണ്ടാമത്തെ ഭാഗത്ത് ഈ വിശ്വാസം നമ്മൾ എങ്ങനെ പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ്. പ്രൊക്ലമേഷൻ അഥവാ സെലിബ്രേഷൻ ഓഫ് ദി ഫെയ്ത്ത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അതിൽ തന്നെ പ്രധാനമായിട്ട് മുഴുവനായിട്ടുള്ള ഭാഗമല്ല, പാരഗ്രാഫ് നമ്പർ 1066 മുതൽ 76 വരെയുള്ള പാരഗ്രാഫുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ വിശ്വാസം പ്രഘോഷിക്കുന്നത് സഭയുടെ ആരാധനാക്രമത്തിലൂടെയാണ്. ഈ ആരാധനാക്രമത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ സബ്സ്റ്റൻസ് ആയിട്ടുള്ള കൂദാശകളിലൂടെയാണ്. ഈ കൂദാശകളിൽ ആദ്യത്തെ 3 കൂദാശകളെ പ്രവേശന കൂദാശകൾ, സാക്രമെന്റ് ഓഫ് ഇനീസിയേഷൻ എന്ന് പറയാം, മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന. ഈ കുർബാന അല്ലെങ്കിൽ 3 കൂദാശകൾ വഴിയുള്ള ഭാഗം അത്രയും വരെയാണ് നമ്മൾ ഈ വർഷത്തെ പഠനത്തിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിശ്വാസം പ്രൊക്ലമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേഷൻ നടത്തപ്പെടുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. ആരാധനാക്രമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കൂദാശകളിലൂടെയാണ്. കൂദാശകളിൽ തന്നെ സാക്രമെന്റ് ഓഫ് ഇനീസിയേഷൻ എന്ന് വിളിക്കുന്ന പ്രവേശക കൂദാശകളിലൂടെയാണ്. അതുവരെയുള്ള ഭാഗമാണ് നമുക്ക് ഈ വർഷത്തെ പഠനത്തിനായിട്ടുള്ളത്. ഇനി എന്താണ് ഈ വിശ്വാസ രഹസ്യമെന്നും എങ്ങനെയാണ് ഇത് ഈ കൂദാശകളിലൂടെ അല്ലെങ്കിൽ ആരാധനാക്രമത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. വിശ്വാസ രഹസ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഈ മിസ്റ്ററി എന്നൊക്കെ പറയുന്നത് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് മനുഷ്യകുലത്തെ വീണ്ടെടുത്തു അഥവാ രക്ഷിച്ചു. ഇതിനെയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത്. അതായത് ദൈവമായ കർത്താവ് തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമ്മളെ മനുഷ്യകുലത്തെ വീണ്ടെടുത്തു. ഇതിന് പൗലോസ്ലീഹ പറയുന്നത് ഇതിനെ രഹസ്യത്തിന്റെ പദ്ധതി എന്നും, സഭാപിതാക്കന്മാർ ഇതിനെ പറയുന്നത് വചനത്തിന്റെ പദ്ധതി എന്നും, രക്ഷാകര പദ്ധതി എന്നൊക്കെയാണ്. അപ്പൊ ഈ പറയുന്ന രഹസ്യത്തെ നമ്മൾ എങ്ങനെയാണ് പ്രഘോഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ ആരാധനക്രമത്തിലൂടെയാണ് കർത്താവായ ദൈവത്തിന്റെ ഈ രഹസ്യത്തെ, മിസ്റ്ററിയെ നമ്മൾ പ്രഘോഷിക്കുന്നത്. ഈ ആരാധനക്രമത്തെയാണ് നമ്മൾ ലിറ്റർജി എന്നൊക്കെ വിളിക്കുന്നത്. ലിറ്റർജി എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്നൊക്കെ പറയുന്നത് ഒരു പൊതുപ്രവൃത്തി, കോമൺ ആക്ട് അഥവാ ദൈവത്തിന്റെ പ്രവൃത്തി എന്നൊക്കെയാണ്. ഈ ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മിസ്റ്ററിയെ, ദൈവിക രഹസ്യത്തെ പ്രഘോഷിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഹൈന്ദവ ചുറ്റുപാടിൽ പറയണം, നമുക്കറിയാം നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഈ ഓണം ആഘോഷിക്കുന്നു, നമ്മൾ പൂക്കളം ഉണ്ടാകുന്നു, പിന്നെ എന്താ പറയുക, തൃക്കാക്കരപ്പന ഹൈന്ദവർ വെക്കുന്നു, നമ്മൾ ഓണക്കളികൾ നടത്തുന്നു. ഇതിലൂടെയൊക്കെ ഒരു ഐതിഹ്യത്തെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഏത് മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ, ഭരണ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു കേരളം എന്നൊക്കെയുള്ള ആ സംഭവത്തെ നമ്മൾ ഓണാഘോഷത്തിലൂടെ പ്രഘോഷിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ദീപാവലി ആഘോഷിക്കും, നമ്മളിങ്ങനെ ദീപമൊക്കെ കത്തിച്ച് ഇങ്ങനെ വെത്തിരിക്കുന്നു. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ ഇരുട്ടിനെ വെളിച്ചം തോൽപ്പിക്കും. അഥവാ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ രാമൻ രാവണനെ കൊന്നു, അതായത് നന്മയുടെ ശക്തി തിന്മയുടെ ശക്തിയെ അതിജീവിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നതിൻ്റെ ഒക്കെ പ്രതീകാത്മകമായിട്ടാണ് ബേസിക്കലി ഈ പറഞ്ഞ ദീപാവലിയൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ സഭയിലുള്ള ഈ വിശ്വാസത്തെ നമ്മൾ ചില പ്രതീകങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. ആ പ്രതീകമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രകടനമായിട്ടുള്ള ഒരു മാർഗമാണ് ബേസിക്കലി സഭയെ സംബന്ധിച്ച് ലിറ്റർജി
എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പെസഹ രഹസ്യമാണ്. പെസഹ രഹസ്യം അഥവാ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ആ രഹസ്യത്തിന്റെ മിസ്റ്ററിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പെസഹ രഹസ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് രഹസ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പാണ്. അത് എങ്ങനെയാണ് വീണ്ടെടുപ്പ് നടന്നത്? ആ വീണ്ടെടുപ്പ് നടന്നത് പെസഹ രഹസ്യത്തിലാണ്. അതായത് ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും. ഇത്രയും കാര്യങ്ങളെയാണ് ഈ പെസഹ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പെസഹ രഹസ്യത്തിലാണ് സത്യത്തില് ഈ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പ് രക്ഷാകര കർമ്മം നടന്നത്. ഇനി സഭയുടെ ലിറ്റർജിയിലൂടെ ആഘോഷിക്കപ്പെടുന്നതും പ്രഘോഷിക്കപ്പെടുന്നതും ബേസിക്കലി ഈ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യമാണ്. അതായത് ഈശോമിശിഹായുടെ പീഡാസഹനവും മരണവും ഉദ്ധാനവും സ്വർഗാരോപണവും ഒരിക്കലും നടന്നു കഴിഞ്ഞ കാര്യമാണ്. ആ നടന്നു കഴിഞ്ഞ കാര്യത്തെ വീണ്ടും 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 സഭ പ്രഘോഷിക്കുന്നതാണ്, ആഘോഷിക്കുന്നതാണ് ഈ ലിറ്റർജിയിലൂടെ അഥവാ ആരാധന ക്രമത്തിലൂടെ. ഈ ആരാധനക്രമം എന്ന് പറയുമ്പോൾ അത് മാത്രമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ആരാധനക്രമം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ നമ്മുടെ സഭയുടെ പ്രഘോഷണോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സഭയുടെ പരസ്നേഹ പ്രവർത്തികളും ആരാധനക്രമത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സഭയുടെ വചന പ്രഘോഷണവും ആരാധനക്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളും ആരാധനക്രമത്തിന്റെ ഭാഗമാണ്, വചന പ്രഘോഷണവും ആരാധനക്രമത്തിന്റെ ഭാഗമാണ്, പരസ്നേഹ പ്രവർത്തികളും ആരാധനക്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്, സഭ ഈ ആരാധനക്രമത്തിലൂടെ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്തെ ഇന്നും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് തരത്തിലാണ്. അതായത് ക്രിസ്തു സഭയിലൂടെ അല്ലെങ്കിൽ സഭയോടൊത്ത് തന്റെ പ്രവൃത്തി ഇന്നും തുടരുന്നു, അഥവാ സഭ ക്രിസ്തുവിന്റെ രാജകീയ പ്രവാചക പൗരോഹിത്യ കർമ്മത്തിൽ തന്റെ ജീവിതത്തിലൂടെ പങ്കാളിയാകുന്നു. അതായത് ക്രിസ്തു സഭയിലൂടെയും സഭ ക്രിസ്തുവിലൂടെയാണ് ഈ ആരാധനാക്രമം അല്ലെങ്കിൽ ഈ പെസഹ രഹസ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിറ്റർജിനെ ആക്ട് ഓഫ് ദ ചർച്ച് ആൻഡ് ആക്ട് ഓഫ് ദ ക്രൈസ്റ്റ്, അതായത് സഭയുടെ പ്രവൃത്തി എന്നും ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നും നമുക്ക് വിവരിക്കാവുന്നതാണ് അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. കാരണം ക്രിസ്തു തന്റെ മരണശേഷം സഭയിലൂടെ തന്റെ പെസഹ രഹസ്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നു. ആ തുടർന്നുകൊണ്ട് പോകുന്ന പെസഹ രഹസ്യങ്ങളെ പ്രഘോഷിക്കുന്നതാണ് ആരാധനാക്രമം. അഥവാ സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. തന്റെ ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് തന്റെ ഈ ആരാധനാക്രമത്തിലൂടെ ക്രിസ്തുവിന്റെ പ്രവൃത്തി പ്രഘോഷിക്കുക. അതുകൊണ്ടാണ് ഇത് ആക്ട് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ആക്ട് ഓഫ് ചർച്ച് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആരാധനാക്രമത്തിലെ ഫലങ്ങൾ എന്താണ് ലിറ്റർജിയുടെ ഫലം? അപ്പൊ ക്രിസ്തുവിന്റെ ഈ പെസഹ രഹസ്യം നമ്മുടെ ആരാധനാക്രമത്തിലൂടെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്നത് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിത്യജീവൻ അഥവാ നവജീവൻ ലഭിക്കുന്നു. രണ്ടാമത്തത്, ഒരു വിശ്വാസി ഇതിൽ പങ്കെടുക്കുമ്പോൾ സഭയുടെ ദൗത്യത്തിൽ ആ വിശ്വാസി പങ്കെടുക്കുകയാണ്. സഭയുടെ ദൗത്യം എന്താണ്? ക്രിസ്തുവിലൂടെ നിറവേറിയ ഈ പറഞ്ഞ രഹസ്യം അഥവാ പെസഹ രഹസ്യം ഇന്നും തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുർബാനിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ സഭയുടെ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നു. സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരിക്കൽ പൂർത്തിയാക്കിയ ആ പെസഹ രഹസ്യം കണ്ടിന്യൂ ചെയ്യുക. ഈ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടും ഈ ആരാധനാക്രമത്തിലൂടെയാണ്, ലിറ്റർജിയിലൂടെയാണ്. മൂന്നാമത്തത്, ഇത് ഐക്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. ക്രിസ്തുവിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായിരുന്നു ഐക്യത്തിൽ സഭയെ കൊണ്ടുപോകുക എന്നുള്ളത്. ഈ ഐക്യത്തിൽ സഭയെ കൊണ്ടുപോകുന്നത് സഭയുടെ ആരാധനാക്രമത്തിലൂടെയാണ്. ഇനി ഈ ആരാധനാക്രമവും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധമാണ് പിന്നീട് പറയുന്നത്. ആരാധനാക്രമവും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ബേസിക്കലി ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ മോഡ് ഓഫ് പ്രയർ ആണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ക്രിസ്തു പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുന്നത് ബേസിക്കലി തന്റെ പെസഹ രഹസ്യത്തിലൂടെയാണ്. ഈ പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആരാധനയാണ്, അഥവാ ലിറ്റർജിയാണ്, ആരാധനാക്രമമാണ്. മറ്റു പ്രാർത്ഥനകളൊക്കെ ഈ ആരാധനാക്രമത്തോട് ലിറ്റർജിയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അതുകൊണ്ടാണ് മറ്റു പ്രാർത്ഥനകളുടെ ഈ സോഴ്സ് ആൻഡ് ലക്ഷ്യം എന്ന് പറയാ, സോഴ്സ് ആൻഡ് എയിം അഥവാ സബ്മിറ്റ് എന്നൊക്കെ പറയുന്നത് ആരാധനാക്രമമാണ്. ഉറവിടവും ലക്ഷ്യവും. മറ്റെല്ലാ പ്രാർത്ഥനയുടെയും ഉറവിടവും ലക്ഷ്യം എന്ന് പറയുന്നത് ബേസിക്കലി ഈ ആരാധനാക്രമമാണ്. ഇനി പറയുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മതബോധനവും ആരാധനാക്രമവും. ഈ മതബോധനവും ആരാധനാക്രമവും നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓർക്കുന്നത്, നമ്മൾ എന്തിനാണ്, നമ്മൾ കാറ്റിസം അധ്യാപകരാണ്, എന്തിനാണ് നിങ്ങൾ കാറ്റിസം പഠിപ്പിക്കുന്നത്? എന്താണ് പകർന്നു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പകർന്നു കൊടുക്കുന്നത്? ബേസിക്കലി മതബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ക്രിസ്തുവിലൂടെ നിറവേറിയ ഈ രക്ഷാകര പദ്ധതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുമ്പിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ക്രിസ്തുവിലൂടെ നിറവേറിയ ഈ രക്ഷാകര പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് പ്രഘോഷിക്കുന്നത് ലിറ്റർജിയിലൂടെയാണ്, ആരാധനാക്രമത്തിലൂടെയാണ്, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മതബോധനത്തിന്റെ കർത്തവ്യം നിറവേറുന്നു എന്ന് പറയുന്നത്
ആരാധന ക്രമത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാം കാറ്റഗിസം ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കാറ്റഗിസത്തിന്റെ കുർബാനയ്ക്ക് പങ്കെടുക്കുക എന്നുള്ളത്. കാരണം എന്താ, കുർബാനയാണ് സത്യത്തിൽ ഈ കാറ്റഗിസം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ഹയർ മോഡ് ഓഫ് പ്രസന്റേഷൻ, അല്ലെങ്കിൽ ഹയർ മോഡ് ഓഫ് എന്താ പറയുക, ഒരു പ്രഘോഷണം, പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ സെലിബ്രേഷൻ. അപ്പൊ നമ്മൾ ഏതാണോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളത് അതിൻ്റെ വളരെ ഗൗരവപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂലക്രമത്തിലുള്ള ഒരു പ്രഘോഷണ രീതിയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു ആഘോഷ രീതിയാണ് ഈ പറയുന്ന ആരാധനക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മതബോധനത്തിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സെന്റർ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആരാധനക്രമമാണ്. ആരാധനക്രമത്തിലൂടെ നമ്മൾ ഈ പറയുന്ന ഖണ്ഡികയിലനുസരിച്ച് പറയുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ ദൃശ്യമായതിൽ നിന്നും അദൃശ്യമായതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നു, സൂചനയിൽ നിന്നും സൂചിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, അഥവാ കൂദാശകളിൽ നിന്നും അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന കുർബാന അല്ലെങ്കിൽ മറ്റു കൂദാശകൾ അല്ലെങ്കിൽ കൂദാശ അനുകരണങ്ങൾ, സാക്രമെന്റ് ആൻഡ് സാക്രമെന്റൽസ്, അതിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്തെ അതിൽ പങ്കെടുക്കുന്നവരിലൂടെ ആഘോഷിക്കുകയാണ്. സത്യത്തിൽ മതബോധനത്തിൽ ചെയ്യുന്നത് തന്നെയാണ്. ക്രിസ്തുവിലൂടെ നിറവേറിയ രക്ഷാകര രഹസ്യത്തെ അഥവാ പെസഹ രഹസ്യത്തെ നമ്മൾ മുമ്പിലിരിക്കുന്നവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ആഘോഷിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മതബോധനവും ആരാധനക്രമവും വളരെയധികം അടുത്ത് ബന്ധമുണ്ട്. ഏറ്റവും അവസാനത്തെ ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൗദാശിക പദ്ധതി എന്നാണ്. കൗദാശിക പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു അവസാനിപ്പിച്ച ആ പ്രവൃത്തി സഭയിലൂടെ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. സഭ ഔദ്യോഗികമായിട്ട് പെന്തക്കോസ്ത തിരുനാൾ ദിവസമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ രക്ഷാകരമായ രഹസ്യം അഥവാ പെസഹ രഹസ്യം പെന്തക്കോസ്ത ദിനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭയിലൂടെ ഇന്നും ലോകത്ത് തുറന്നുകൊണ്ടിരിക്കുന്നു, എന്നുവരെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ. അതാണ് ഈ കൗദാശിക പദ്ധതി എന്ന് പറയുന്നത്. അത് കൂദാശകളിലൂടെയാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്, അഥവാ കൂദാശ അനുകരണങ്ങളിലൂടെയാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ക്രിസ്തു ഒരു കാര്യം ചെയ്തു, ആ കാര്യത്തിന് ഒരു കണ്ടിന്യൂഷൻ വേണം. ആ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് സഭ ഏൽപ്പിച്ചു. സഭ ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും ലിറ്റർജിയിലൂടെയാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഏതാണ്? കൂദാശകളും കൂദാശ അനുകരണങ്ങളുമാണ്, സാക്രമെന്റ് ആൻഡ് സാക്രമെന്റൽസ്. ഇനി എത്ര നാൾ വരെ സഭ ചെയ്യണം? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ. അപ്പൊ അതിനെയാണ് ഈ കൂദാശകളിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ രക്ഷാകര അല്ലെങ്കിൽ പെസഹ രഹസ്യ പദ്ധതിയാണ് കൗദാശിക പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞത് പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സഭയുടെ CCC ഔദ്യോഗികമായ മതബോധന പഠന പുസ്തകത്തിലെ 4 ഭാഗങ്ങളിൽ 2ാം ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വർഷം പഠിക്കുന്നത്. അതിൽ 1ാം ഭാഗത്ത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. 2ാം ഭാഗത്ത് ഈ വിശ്വാസം എങ്ങനെ പ്രഘോഷിക്കുന്നു അഥവാ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. ഈ വിശ്വാസം പ്രഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് സഭയുടെ ആരാധന ക്രമത്തിലൂടെയാണ് അഥവാ ലിറ്റർജിയിലൂടെയാണ്. ലിറ്റർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ പ്രാർത്ഥനകളും പരസ്നേഹ പ്രവർത്തികളും ദൈവവചന പ്രഘോഷണവുമാണ്. ഈ ലിറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മറി അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് സഭയുടെ കൂദാശകളാണ്. സഭ ക്രിസ്തുവിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടു പോകുന്നത് ഈ കൂദാശകളിലൂടെയാണ്. കാരണം സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. തന്റെ ശിരസായ ക്രിസ്തുവിന്റെ പ്രവൃത്തി കൂദാശകളിലൂടെ അല്ലെങ്കിൽ ലിറ്റർജിയിലൂടെ തുടർന്നുകൊണ്ട് പോകുന്നു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ. ആ കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാമോദിസയും സ്ഥൈര്യലേപനവും കുർബാനയും. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിരുത്തി വായിക്കുക. നല്ല എക്സാം പരീക്ഷ പഠനകാലം ആശംസിക്കുന്നു. താങ്ക് യു.